ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു നാഷണൽ അക്കാദമി. ഇന്ന് NIOS പൊളിറ്റിക്കൽ സയൻസിലെ 16-ാമത്തെ അധ്യായമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം നിങ്ങൾ കേട്ടതായി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പലരും വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്തു. വളരെ സന്തോഷമുണ്ട്. ഇനിയും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കാൻ ആരും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെക്കുറിച്ചാണ്. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കാരണം എല്ലാ 5 വർഷം കൂടുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഒന്നാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ പഞ്ചായത്ത് തലങ്ങളിലേക്കും മറ്റു തലങ്ങളിലേക്കുമെല്ലാം തിരഞ്ഞെടുപ്പ് നടക്കാറുണ്ട്, അല്ലേ? അപ്പോൾ ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഇന്ത്യയിലെ ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെയും പ്രാദേശിക ഭരണകൂടങ്ങളാണ്. ഇവർക്ക് നിയമനിർമ്മാണം ഒഴികെയുള്ള വിപുലമായ അധികാരങ്ങളും അതോടൊപ്പം തന്നെ ചുമതലകളുമാണ് ഇവർക്കുള്ളത്. ഇപ്പോഴത്തെ പഞ്ചായത്തുകൾ 1992 73-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഉണ്ടാക്കിയ പഞ്ചായത്ത് രാജ് നിയമപ്രകാരമാണ് അത് നടപ്പിലായത്. 1992 തന്നെ പാസാക്കിയ നഗരപാലിക നിയമപ്രകാരം 74-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം നിലവിൽ വന്നവയാണ് മുനിസിപ്പൽ കോർപ്പറേഷൻ, അതുപോലെ തന്നെ നഗരസഭകളും. ഈ തദ്ദേശ സ്വയംഭരണ സർക്കാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ചാപ്റ്ററിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റും കൂടിയാണിത്. തദ്ദേശ സ്വയംഭരണ സർക്കാർ ഇന്ത്യയിലെ കേന്ദ്ര ഗവൺമെൻറ്റും അതുപോലെ തന്നെ സംസ്ഥാന ഭരണകൂടങ്ങളും കൂടാതെ ജില്ല, നഗര, ഗ്രാമപ്രദേശങ്ങളിലെ പ്രാദേശിക വികസന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് പ്രാദേശിക ഗവൺമെൻറ്റുകൾ അനിവാര്യമാണ്. ഒരിക്കലും ജില്ലാ ഭരണകൂടം, അതിന് മുകളിലുള്ള ഭരണകൂടങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, നേരിട്ട് നമ്മുടെ പ്രാദേശിക വിഷയങ്ങളിൽ ഇടപെടാറില്ല. അത് നമ്മുടെ പ്രാദേശിക ഭരണകൂടങ്ങളിലൂടെയാണ് അത് അവിടെ എത്താറുള്ളത്. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൂടെയാണെന്ത് ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ എത്തുന്നത്. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പഞ്ചായത്തി രാജ് എന്നാണ് അറിയപ്പെടുന്നത്. അധികാര വികേന്ദ്രീകരണത്തിൻ്റെയും സ്വയം ഭരണത്തിൻ്റെയും പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ രാജ്യത്തെ സ്വതന്ത്ര ജനാധിപത്യ വ്യവസ്ഥിതിയുടെ അസ്ഥിവാരമായിട്ടാണ് ഈ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളെ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇനി മറ്റൊരു വിഷയമാണ്, ഇന്ത്യയിൽ എത്ര തരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്? ഹൗ മെനി ടൈപ്സ് ഓഫ് ലോക്കൽ ബോഡീസ് ആർ ദർ ഇൻ ഇന്ത്യ? 3 തരത്തിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഇന്ത്യയിലുള്ളത്. വൻനഗരങ്ങളിൽ മുനിസിപ്പൽ കോർപ്പറേഷനുകൾ, ചെറുനഗരങ്ങളിൽ എന്താണ് മുനിസിപ്പാലിറ്റികൾ, മൂന്നാമതുമായി വരുന്നത് നഗര പഞ്ചായത്തുകൾ. ഇനി ചാപ്റ്ററിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്, ഈ ചാപ്റ്ററിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്, പഞ്ചായത്ത് രാജിലെ ത്രിതല ഘടനകൾ ഏതൊക്കെയാണ്? ഒന്നാമതായി പറയുന്നത് ഗ്രാമപഞ്ചായത്ത്. ഇത് കൂടുതൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ കേൾക്കുന്ന ഒന്നും കൂടിയാണ്, അല്ലെ? ഗ്രാമപഞ്ചായത്ത് പ്രാഥമിക തലത്തിൽ ജനങ്ങളിൽ നിന്ന് നേരിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളടങ്ങിയ അഥവാ വാർഡ് മെമ്പർമാരടങ്ങിയ പ്രാദേശിക ആവശ്യങ്ങളും തദ്ദേശവാസികളുടെ സാമൂഹ്യ സൗകര്യങ്ങളും നിറവേറ്റാൻ ശ്രമിക്കുന്നവരാണ് എവിടെയുള്ളത്? ഗ്രാമപഞ്ചായത്തിൽ ഉള്ളത്. രണ്ടാമതായി പറയുന്നത് ബ്ലോക്ക് പഞ്ചായത്ത്. ബ്ലോക്ക് തലത്തിൽ പ്രവർത്തിക്കുന്ന പഞ്ചായത്ത് സമിതി പ്രധാനമായും സാമൂഹ്യ വികസന പദ്ധതികളാണ്, അല്ലെങ്കിൽ അതിൻ്റെ നടത്തിപ്പിൻ്റെ ഉത്തരവാദിത്തമാണെന്ത് അവർ നിർവഹിക്കുന്നത്. മൂന്നാമതായി പറയുന്നത് ജില്ലാ പഞ്ചായത്താണ്. ഒരു ജില്ലയിലെ ഏറ്റവും വലിയ മുകളിൽ നിൽക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് ഇത് ജില്ലാ പഞ്ചായത്ത്. ഈ ജില്ലാ തലത്തിൽ പ്രവർത്തിക്കുന്ന ജില്ലാ പരിഷത്ത് പഞ്ചായത്ത് രാജ് സംവിധാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുന്നു? ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ. ഇനി ഒരുപാട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യാനുണ്ട്, ഒരുപാട് ക്വസ്റ്റ്യനുകളെല്ലാം ചർച്ച ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ചാപ്റ്ററിനെ കുറിച്ച് കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും പഠിക്കാനുമെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ നാഷണൽ അക്കാദമിയിൽ ജോയിൻ ചെയ്യണം. കാരണം നാഷണൽ അക്കാദമിയുടെ ആപ്പിൽ എന്താണ് ഇതിനെക്കുറിച്ച് വളരെ വിശാലമായിട്ട് തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓക്കെ, നിങ്ങൾ ഉടൻ തന്നെ എന്ത് ചെയ്യണം? നിങ്ങളുടെ അഡ്മിഷൻ എടുക്കണമെന്ന് അറിയിക്കുന്നു.
മറ്റൊരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തും. അപ്പോഴേക്കും നിങ്ങൾ കഴിഞ്ഞ കാല വീഡിയോകളുടെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം നിങ്ങൾ അറിയിക്കാൻ ഒരിക്കലും മറക്കരുത്. താങ്ക് യു.